ഹായ്, ഈ ആഴ്ച വലതുവശത്തെ കള്ളൻ എന്ന ജിത്തു ജോസഫ് സിനിമ റിലീസാണ്. അതിന്റെ ഭാഗമായി ജിത്തു ജോസഫ് പല ചാനലുകൾക്കും അഭിമുഖം കൊടുക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് വെടിക്കെട്ടിന് മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഈ പറയുന്ന വലതുവശത്തെ കള്ളൻ എന്നുള്ള നിലയ്ക്കാണ്. വലതുവശത്തെ കള്ളന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ജിത്തു ജോസഫ് വന്നതെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ദൃശ്യത്തെക്കുറിച്ചാണ്, ദൃശ്യം 3യെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ 2 ദൃശ്യം 3 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ജിത്തു ജോസഫിന്റെ അഭിമുഖത്തിൽ കൂടുതലും. ഒരുപാട് കാര്യങ്ങൾ ജിത്തു ജോസഫ് പറയുന്നുണ്ട് ദൃശ്യം 3യെ കുറിച്ച്. അദ്ദേഹം പറയുന്നു, ദൃശ്യം 3 ദൃശ്യം 1 പോലെയോ 2 പോലെയോ അല്ല, ഇത് കുറച്ചുകൂടി ഇമോഷണൽ ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അമിത പ്രതീക്ഷ വെച്ച് പോകരുത്, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നുള്ള തരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ദൃശ്യം 3യുടെ ക്ലൈമാക്സിനെ കുറിച്ചും പറയുന്നുണ്ട്. വലിയ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്, പക്ഷെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾക്കറിയാം ദൃശ്യം 1ഉം 2ഉം അതിന്റെ ക്ലൈമാക്സ് എന്തായിരുന്നു എന്ന് എല്ലാവരും ഞെട്ടിത്തരിച്ചതായിരുന്നു. തീർച്ചയായും 3 ചെയ്യുമ്പോൾ അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെ ജിത്തു ജോസഫ് ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. ജിത്തു ജോസഫ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയുടെ ബിസിനസിനെ കുറിച്ചാണ്. ഞെട്ടിക്കുന്ന ബിസിനസ്സാണ് ദൃശ്യം എന്ന സിനിമ നടത്തിയിരിക്കുന്നത്. അതായത് ദൃശ്യം 3 മാത്രമല്ല, 1 ആയാലും 2 ആയാലും ഞെട്ടിക്കുന്ന ബിസിനസ്സാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. ദൃശ്യം 1 2013 പുറത്തിറങ്ങിയത്. അതിന്റെ റൈറ്റ്സ് എത്രത്തോളം തുകയ്ക്ക് വിൽക്കാം എന്ന് തനിക്കൊരു ധാരണയുണ്ടായിരുന്നു. മെമ്മറീസ് എല്ലാം വിറ്റ ആ തുകയേക്കാളും കുറച്ചുകൂടി കൂടിയ തുക ദൃശ്യത്തിന് കിട്ടും എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഒരു ഫിഗർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അത് വിൽക്കണം എന്ന് ഞാൻ ആശിച്ചത്. അങ്ങനെ ആന്റണി പെരുമ്പാവൂർ എന്നോട് പറയുന്നു, ഈ സിനിമയ്ക്ക് ഇത്ര തുകയാണ് അവർ പറയുന്നത് എന്നുള്ള രീതിയിൽ ആന്റണി എന്നോട് സംസാരിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മനസ്സിലുള്ള ഒരു തുകയുണ്ടായിരുന്നു. ആ തുകയല്ല, അതിനും ഒരുപാട് മുകളിലാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ തുക. അതായത് ആന്റണി പെരുമ്പാവൂരിനോട് മറ്റുള്ളവർ ഈ സിനിമ വേണമെന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞ തുക എന്നുള്ളതാണ് ജിത്തു ജോസഫ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ, അതായത് ജിത്തു ജോസഫ് ഓക്കെ സമ്മതം എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നും, എന്നാൽ ആന്റണി പെരുമ്പാവൂർ ആ തുകയ്ക്ക് കൊടുക്കാൻ തയ്യാറായില്ല എന്നും, പിന്നെ കുറച്ചുകൂടി വലിയ തുകയ്ക്കാണ് ആന്റണി പെരുമ്പാവൂർ അത് വിറ്റത് എന്നും ജിത്തു ജോസഫ് പറയുന്നു. ഇത്രയും തുക കിട്ടുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ വീട് വരെ വിറ്റ സിനിമ നിർമ്മിച്ചേനെ. അതായത് സിനിമ ഇത്രയും വലിയ വിജയമാവുകയും ചെയ്തു, ബിസിനസ്സും ഗംഭീരമായി നടന്നു. ഇത് എനിക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ ഞാൻ എൻ്റെ വീട് വരെ വിറ്റ് ഈ സിനിമ നിർമ്മിച്ചേനെ എന്ന് ജിത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൃശ്യം 2ന്റെ ബിസിനസ്സും ഞെട്ടിപ്പിക്കുന്ന ഒരു തുകയ്ക്കാണ് നടന്നത്. അതും ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു തുകയ്ക്കാണ് അത് വിറ്റുപോയത് എന്ന് പറയുന്നു. ഇപ്പോൾ ദൃശ്യം 3 അത് പനോരമ സ്റ്റുഡിയോസ് വാങ്ങിച്ചുവെന്നും, മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ തുകയാണ് അവർ ഈ സിനിമയ്ക്കായി മുടക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ജിത്തു പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളുടെ സിനിമയ്ക്ക് ഇത്രയും മാർക്കറ്റ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത തനിക്ക് വന്നത് എന്നൊരു കാര്യം കൂടി ജിത്തു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ജിത്തു ജോസഫിന് പോലും അറിയില്ല ദൃശ്യം എന്ന സിനിമയുടെ വലുപ്പം എന്താണ് എന്ന്. ഇപ്പോഴാണ് ജിത്തുവിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇത്രയും വലിയ സിനിമയാണ്, ലോകമെമ്പാടും തന്റെ സിനിമയെ കാത്തിരിക്കുന്നത് എന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലാവുന്നത്. ഇതിന്റെ ബിസിനസ് ഇത്രയും വലിയ തുകയ്ക്ക് വിറ്റുപോകുമ്പോഴാണ് താൻ അറിയുന്നത് എന്നുള്ളൊരു കാര്യമാണ് ജിത്തു പറയുന്നത്. എന്തായാലും ജിത്തു ജോസഫ് എന്ന സംവിധായകൻ വലതുവശത്തെ കള്ളനുമായിട്ട് ഈ ആഴ്ച വരുന്നുണ്ട്. പലരും പറയുന്നത് പോലെ വെടിക്കെട്ടിന് മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് തന്നെയാണ് ഈ സിനിമ. ഏപ്രിൽ 2 യഥാർത്ഥ വെടിക്കെട്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കും. ദൃശ്യം 3 മലയാള സിനിമയുടെ തലവര മാറ്റുന്ന സിനിമ. മികച്ച അഭിപ്രായം നേടിയെടുത്താൽ മലയാളത്തിലെ ആദ്യ 500 കോടി ചിത്രമായി ദൃശ്യം 3 മാറുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും കാത്തിരിക്കാം. സിനിമയ്ക്ക് മികച്ച അഭിപ്രായം വരട്ടെ, സിനിമ വലിയ വിജയമായി മാറട്ടെ എന്ന്. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.